നമസ്കാരം. ന്യൂ ആൻഡ് ഫ്രഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ചില്ലി ചിക്കനാണ്. അപ്പം നമ്മളൊന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 കിലോളം ചിക്കൻ ഉണ്ട്. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. മൂന്ന് സ്പൂണ് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, പിന്നെ നമ്മൾ എടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 2 സ്പൂൺ എടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല, ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർക്കാം. 4 സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചില്ലി ചിക്കൻ്റെ പൗഡറാണ്. ഇനി നമുക്കതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യാം. ഒരു നാരങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. നല്ല നീരുള്ള നാരങ്ങയാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഒരു മുട്ട കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ചേർക്കാം അതിലേക്ക്. ഇനി നമുക്കിതുപോലെ നന്നായി കുഴമ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നല്ല ഫ്ലേവർ കിട്ടും. അതേപോലെ തന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പം നമുക്ക് ചിക്കൻ വറുക്കൽ തുടങ്ങാം. അത് ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ചീനച്ചട്ടി വയ്ക്കാം. നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. നമുക്കൊരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതൊന്ന് എണ്ണ ചൂടാവട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം.
നമ്മുടെ ചിക്കനൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്യാം. 2 തണ്ട് കറിവേപ്പില ഇടാം. ചിക്കനൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാം. കഴിഞ്ഞ തരാട്ടോ. കഴിച്ചിട്ട് അഭിപ്രായം പറയും. എങ്ങനെയുണ്ട്? ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കഴിച്ചോളൂ. അപ്പോൾ അതിന്റെ കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. കിട്ടിയോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ചിക്കൻ ചില്ലി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കൊരു പ്രചോദനം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.